എല്ലാവർക്കും നമസ്കാരം. ഗോകുലമാലയിലേക്ക് സ്വാഗതം. ഹിന്ദു കലണ്ടർ അനുസരിച്ച് ഒരു മാസത്തെ 2 പക്ഷമായി തിരിച്ചിരിക്കുന്നു. അത് 15 ദിവസത്തെ 2 കാലയളവുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. മാസത്തിലെ ആദ്യ കാലയളവിനെ ശുക്ലപക്ഷം എന്നും ഈ കാലയളവിൽ ചന്ദ്രന്റെ വലിപ്പം വർദ്ധിച്ചാണ് കാണപ്പെടുന്നത്. മാസത്തിലെ രണ്ടാമത്തെ കാലഘട്ടത്തെ കൃഷ്ണപക്ഷം എന്നും വിളിക്കുന്നു. ഈ കാലയളവിൽ ചന്ദ്രന്റെ വലിപ്പം കുറഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. ഓരോ മാസത്തിലും 11-ാം ദിവസം മാസത്തിൽ 2 തവണ ഏകാദശി വരുന്നുണ്ട്. ഏകാദശി എന്നാൽ 11. ഏകമെന്നാൽ അർത്ഥം 1 എന്നാണ്. ദശമെന്നാൽ അർത്ഥം 10 എന്നാണ്. അങ്ങനെയാണ് 11 എന്ന് വരുന്നത്. ഏകാദശിയുടെ അർത്ഥം 11 എന്നാണ്. ഈ ദിവസം വ്രതാനുഷ്ഠാനം നടത്തുന്നത് ഹിന്ദുമതത്തിലെ പാരമ്പര്യമനുസരിച്ച് പുണ്യദിനമായിട്ടും പുണ്യപ്രവൃത്തിയായിട്ടും മോക്ഷപ്രദമായിട്ടും കണക്കാക്കുന്നു. സത്യയുഗത്തിൽ നാഡീജംഗിന്റെ പുത്രനായി മൂർധനവ് എന്ന അപാര ശക്തിയുള്ള അസുരൻ ജന്മമെടുത്തു. തപസ് ചെയ്ത് മൂർധനവ് ഒരു വരം നേടി. ഇതുപയോഗിച്ച് അവൻ ദേവന്മാരെ നശിപ്പിക്കുവാൻ തുടങ്ങി. ദേവന്മാർക്ക് യുദ്ധങ്ങളെ നേരിടാനും നാരായണന്റെ അഭയം തേടാനും കഴിഞ്ഞില്ല. അങ്ങനെ ഭഗവാൻ തൻ്റെ മായികമായ ദിവ്യമായ ലീലയും കായികവും പ്രകടിപ്പിക്കുകയും അസുരന്മാരുടെ ശക്തി തനിക്ക് താങ്ങാൻ കഴിയുകയില്ലെന്ന് കാണിച്ചുകൊണ്ട് യുദ്ധത്തിൽ തളർന്നു പോയതുപോലെ ഭഗവാൻ നാരായണൻ ബദരികാശ്രമത്തിലെ വനത്തിലേക്ക് പോയി ശീവതി എന്ന ഗുഹയിൽ പ്രവേശിച്ചു. മൂർധനവ് ഭഗവാനെ അനുഗമിച്ചു ഗുഹയിൽ പ്രവേശിച്ചു. ഭഗവാൻ നാരായണൻ വിശ്രമിക്കുമ്പോൾ മൂർധനവ് എന്ന അസുരൻ ഭഗവാനെ യുദ്ധത്തിനു വെല്ലുവിളിച്ചു. ഒരു മനുഷ്യനാൽ തോൽപ്പിക്കാൻ കഴിയില്ല എന്നൊരു വരം മൂർധനവിന് ഉണ്ടായിരുന്നു. അങ്ങനെ ഭഗവാൻ നാരായണൻ തൻ്റെ ശരീരത്തിൻ്റെ 11 ആത്മീയ ഭാഗങ്ങളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ 11 ഇന്ദ്രിയങ്ങളിൽ നിന്ന് വേഗമേറിയതും ഉഗ്രവുമായ ഒരു പ്രകാശം ജനിപ്പിക്കുകയും ഈ പ്രഭയിൽ നിന്ന് ദിവ്യ ആയുധങ്ങളുമായി ഒരു സ്ത്രീ ജനിക്കുകയും ചെയ്തു. ഈ സമയത്ത് മൂർധനവെന്ന രാക്ഷസൻ സുന്ദരിയായ ഈ സ്ത്രീയിൽ ആകൃഷ്ടനായി. അല്ലയോ അസാമാന്യ സൗന്ദര്യമുള്ളവളെ, കാഴ്ചയിലും പ്രായത്തിലും ശക്തിയിലും ഞാൻ സമാനതകൾ ഇല്ലാത്തവനാണ്. ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. മൂർധനവ് ദേവിയോട് ആവശ്യപ്പെട്ടു. അതിന് മറുപടിയായി ദേവി പറഞ്ഞു, എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. എന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നവൻ എൻ്റെ ഭർത്താവാകുന്നു. എന്നെ ലഭിക്കാൻ നിങ്ങൾ എന്നെ ദ്വന്ദ്വയുദ്ധത്തിൽ ജയിക്കണം. യുദ്ധത്തിൽ കോപാകുലയായ ദേവി മൂർധനവനെ വാളുകൊണ്ട് തലയറുത്ത് കൊന്നു. ഭഗവാൻ നാരായണൻ ദേവിയിൽ സന്തുഷ്ടനാകുകയും ദേവിക്ക് ഒരു വരം നൽകുകയും ചെയ്തു. ദേവി ഭഗവാൻ നാരായണനോട് ചോദിച്ചു, അങ്ങയുടെ ഏകാദശ ഇന്ദ്രിയങ്ങളിൽ നിന്ന്, അതായത് ശരീരത്തിൻ്റെ 11 ആത്മീയ ഭാഗങ്ങളിൽ നിന്ന് പരിണമിച്ചതിനാൽ ഞാൻ ഏകാദശി എന്ന് അറിയപ്പെടും. ഞാൻ തപസ്സുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതിനാൽ ആളുകൾ ഈ ദിവസം ഏകാദശി വ്രതം ആചരിക്കണമെന്നും ഈ ദിവസം അവരുടെ ഏകാദശ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ഭഗവാൻ നാരായണൻ സമ്മതിച്ചു. അന്നു മുതൽ എല്ലാ ഹിന്ദുക്കളും ഏകാദശി വ്രതം ഉപവസിക്കുകയോ ഭക്ഷണമോ പാനീയമോ കഴിക്കാതെ നിരവധി ആളുകൾ ഈ ദിവസം നിർജ്ജല ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയോ ചെയ്യുന്നു. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ച ഒരു വ്രതമാണ് ഈ ഏകാദശി വ്രതം. ഒരു മാസത്തിൽ 2 ഏകാദശി വരുന്നതിനാൽ ഒരു വർഷത്തിൽ 24 ഏകാദശിയാണ് ആകെ വരുന്നത്. വറുദിനി ഏകാദശി കൃഷ്ണപക്ഷത്തിലെ 11-ാം തിഥിയിലാണ് വറുദിനി ഏകാദശി വരുന്നത്. ഈ ദിവസം വാമന അവതാരത്തെയാണ് ആരാധിക്കുന്നത്. വറുദിനി എന്നാൽ സംരക്ഷണം. അതിനാൽ ഈ ദിവസം ഉപവാസം ആചരിക്കുന്നത് ഭക്തനെ ഏതെങ്കിലും നിർഭാഗ്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. അവൻ്റെ ജീവിതം ഭാഗ്യവും സമൃദ്ധിയും നിറഞ്ഞതായി തീരും. വറുദിനി ഏകാദശി മെയ് ആദ്യവാരം ആകാം വരുന്നത്. ഇത് ദിവസങ്ങൾ മാറി വരാം ഓരോ വർഷത്തിലും. മോഹിനി ഏകാദശി ഇത് മെയ് മാസത്തിൻ്റെ 2-ാം പകുതിയിൽ, അതായത് ശുക്ലപക്ഷത്തിലായിരിക്കും വരുന്നത്. ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് മൂലം നിലവിലുള്ളതും കഴിഞ്ഞതുമായ എല്ലാ പാപങ്ങളും കഴുകിക്കളയാൻ കഴിയും. മഹാവിഷ്ണുവിൻ്റെ സ്ത്രീരൂപമാണ് മോഹിനി. ഈ ദിവസമാണ് വിഷ്ണു ഈ രൂപം സ്വീകരിച്ചതെന്നാണ് വിശ്വാസം.
അപാര ഏകാദശി ജൂൺ ആദ്യ പകുതിയിൽ വരുന്നത്, അതായത് കൃഷ്ണപക്ഷത്തിൽ വരുന്നത് അചല ഏകാദശി എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ ദിവസം ഉപവസിക്കുന്നത് ഭക്തർക്ക് എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ദിവസം ഭക്ഷണത്തിൽ നിന്ന് ലൗകികമായ സുഖഭോഗങ്ങളിൽ നിന്നും പൂർണ്ണമായ വർജനം ഒരു വ്യക്തിയെ പരിധിയില്ലാത്ത സമ്പത്ത് നേടാൻ സഹായിക്കും എന്നും പറയുന്നു. നിർജ്ജല ഏകാദശി ശുക്ലപക്ഷത്തിലാണ് വരുന്നത്. പാണ്ഡവ സഹോദരന്മാരുടെ ബഹുമാനാർത്ഥം പാണ്ഡവ നിർജ്ജല ഏകാദശിയായി ഈ ദിവസം ആഘോഷിക്കപ്പെടുന്നു. നിർജ്ജല ഏകാദശി വ്രതത്തിന് വെള്ളമില്ലാത്ത ഉപവാസ നിയമമാണ് ഉള്ളത്. അതിനാൽ ഈ വ്രതം പൂർത്തിയാക്കാൻ ഭക്ഷണവും വെള്ളവും ഒഴിവാക്കേണ്ടത് ആവശ്യമാണ്. എല്ലാ ഏകാദശികളിലും ഏറ്റവും കഠിനവും പ്രാധാന്യമുള്ളതുമായി ഇത് കണക്കാക്കപ്പെടുന്നു. യോഗിനി ഏകാദശി. യോഗിനി ഏകാദശി ജൂലൈ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലാണ് വരുന്നത്. ഓരോ ചന്ദ്രക്രമത്തിൻ്റെയും 11-ാം ദിവസത്തിലാണ് ഏകാദശി വരുന്നത്. ഈ ദിവസം ഭക്ഷണം നിരസിക്കുകയും ശുദ്ധമായ ഹൃദയത്തോടും സമർപ്പണത്തോടും കൂടി മഹാവിഷ്ണുവിനെ ആരാധിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാ പാപങ്ങളും കഴുകിക്കളയുകയും ഭാവിയിൽ എന്തെങ്കിലും രോഗങ്ങളും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും വരുന്നത് ഒഴിവാക്കുകയും ചെയ്യും എന്നും പറയുന്നു. പത്മ അല്ലെങ്കിൽ ദേവശയനി ഏകാദശി ശുക്ലപക്ഷത്തിലാണ് വരുന്നത്. മഹാവിഷ്ണു തൻ്റെ ലൗകിക കർത്തവ്യങ്ങൾ നിർവഹിച്ചതിന് ശേഷം വിഷ്ണു തൻ്റെ ശേഷനാഗത്തിൽ ക്ഷീരപ്രപഞ്ച സമുദ്രത്തിൽ 4 മാസക്കാലം ഉറങ്ങാൻ തുടങ്ങി. ഹരിശയനി ഏകാദശി എന്നും ഈ ദിനത്തെ വിശേഷിപ്പിക്കുന്നു. പ്രബോധിനി ഏകാദശി നാളിലാണ് അദ്ദേഹം ഉണരുന്നത്. അങ്ങനെ 4 മാസങ്ങളെയും ചതുർമാസമെന്നും വിളിക്കുന്നു. കാമിക ഏകാദശി ഓഗസ്റ്റ് ആദ്യ വാരത്തിലാണ് ഇത് വരുന്നത്. മഹാവിഷ്ണുവിൻ്റെ കൃഷ്ണാവതാരമായ കൃഷ്ണ അവതാരത്തെ ഈ ദിവസം ആരാധിക്കുന്നു. എല്ലാ പിതൃദോഷങ്ങളിൽ നിന്നും, അതായത് പൂർവികരുടെ ശാപങ്ങളിൽ നിന്നും ഈ വ്രതം അനുഷ്ഠിക്കുന്നത് മൂലം ഭക്തന് സാധ്യമാകുന്നു. വളരെ നാളുകളായി കുഞ്ഞുങ്ങളില്ലാതെ ദുഃഖമനുഭവിക്കുന്ന ദമ്പതികൾക്ക് ഏറ്റവും പുണ്യമായതും ഫലം നൽകുന്നതുമായ ഏകാദശി വ്രതമാണ് ശ്രാവണ പുത്രത ഏകാദശി. ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് മൂലം അവർക്ക് പുത്രഭാഗ്യം കൈവരുന്നു എന്നുള്ളതാണ് സത്യം. പരിവർത്തിനി വാമന അല്ലെങ്കിൽ പാർശ്വ ഏകാദശി. പവിത്രം അല്ലെങ്കിൽ പൗത്രോപണി ഏകാദശി എന്നും ഇതറിയപ്പെടുന്നു. ഭദ്രമാസത്തിലെ കൃഷ്ണപക്ഷത്തിലാണ് ഈ ദിവസം വരുന്നത്. മഹാവിഷ്ണുവിൻ്റെ പള്ളിയുറക്കത്തിനിടയിൽ ഇടത്തുനിന്ന് വലത്തോട്ട് സ്ഥാനം മാറി എന്നൊരു വിശ്വാസമുണ്ട്. അതിനാൽ പാർശ്വ പരിവർത്തിനി ഏകാദശി എന്ന പേര് ലഭിക്കുന്നു. ഈ ദിവസം വ്രതമനുഷ്ഠിക്കുന്ന ഭക്തർക്ക് ശാശ്വതമായ സന്തോഷവും ദീർഘായുസ്സും ലഭിക്കും എന്നാണ് പറയുന്നത്. ആനന്ദ അല്ലെങ്കിൽ അജ ഏകാദശി. സെപ്റ്റംബർ ആദ്യവാരമാണ് അജ ഏകാദശി വരുന്നത്. ഈ ദിവസം മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും ആരാധിക്കുന്നത് അനുഗ്രഹം പ്രാപിക്കാൻ എളുപ്പം സാധിക്കും. ഈ ദിവസത്തെ വ്രതം ഭക്തർക്ക് പരിധിയില്ലാത്ത സമ്പത്തും ഐശ്വര്യവും സന്തോഷവും നൽകും. ഇന്ദിര ഏകാദശി. ഇത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലായിട്ടാണ് വരുന്നത്. ഈ ദിവസത്തെ ഉപവാസം നിങ്ങളുടെ മരിച്ചുപോയ പൂർവികരുടെ ആത്മാക്കളെ സ്വർഗലോകത്ത് പ്രവേശിക്കാൻ സഹായിക്കുന്നു. നിങ്ങളുടെ മുൻകാല തെറ്റുകൾ കഴുകിക്കളയാനും ഇതുകൊണ്ട് സാധിക്കുന്നു. പാപാംകുശ ഏകാദശി. ശുക്ലപക്ഷത്തിലാണ് പാപാംകുശ ഏകാദശി വരുന്നത്. ഈ ദിവസം പത്മനാഭന്, അതായത് വിഷ്ണുവിൻ്റെ മറ്റൊരു നാമമാണ് പത്മനാഭനായി സമർപ്പിച്ചിരിക്കുന്നു. ഈ ദിവസത്തെ വ്രതം ഭക്തർക്ക് മികച്ച ആരോഗ്യവും ആ ഭക്തൻ ആഗ്രഹിക്കുന്നതെന്തോ അതെല്ലാം തന്നെ നൽകി ഭഗവാൻ അനുഗ്രഹിക്കുന്നതായിരിക്കും. രാമ ഏകാദശി. ദീപാവലിക്ക് മുമ്പുള്ള ദിവസമാണ് രാമ ഏകാദശി വരുന്നത്. ഈ പുണ്യദിനത്തിൽ ഉപവസിക്കുന്ന അനുയായികൾക്ക് വലിയ സമ്പത്തും സന്തോഷവും പാപരഹിതമായ ജീവിതവും നൽകപ്പെടുന്നുവെന്ന് വിശ്വസിക്കുന്നു. ദേവതുന ഏകാദശി. ഹരിബോധിനി ഏകാദശി അഥവാ ദേവൗതന ഏകാദശി എന്നും ഇതറിയപ്പെടുന്നുണ്ട്. പുണ്യസസ്യമായ തുളസിയുടെയും ഭഗവാൻ വിഷ്ണുവിൻ്റെയും പവിത്രമായ വിവാഹ ചടങ്ങുകളാൽ ഈ ദിവസം അടയാളപ്പെടുത്തുന്നതിനാൽ ഈ ദിവസം ഏറ്റവും തീഷ്ണതയോടെ ആചരിക്കുന്നു. ചാതുർമാസത്തിൻ്റെ അവസാനവും 4 മാസത്തെ ഉറക്കത്തിന് ശേഷവും മഹാവിഷ്ണു ഉണർന്നതും ഇത് അടയാളപ്പെടുത്തുന്നു. ഉത്പന്ന ഏകാദശി. ഉത്പത്തി ഏകാദശി എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ശ്രീകൃഷ്ണൻ്റെ അസുരനെതിരായ വിജയത്തെയും ഏകാദശിയുടെ, അതായത് അമ്മയുടെ ജനനത്തെയും ഈ ദിവസം പ്രതീകപ്പെടുത്തുന്നു. അതിനാൽ ഏകാദശി വ്രതം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഭക്തരും ഈ ദിവസം മുതൽ ആരംഭിക്കുകയാണ് വേണ്ടത്. മോക്ഷദ ഏകാദശി.
ശുക്ലപക്ഷത്തിലാണ് മോക്ഷദ ഏകാദശി വരുന്നത്. ഭഗവത്ഗീതയുടെ ജന്മദിനമായും ഇത് ആഘോഷിക്കപ്പെടുന്നു. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ ദിവസം വ്രതമനുഷ്ഠിക്കുന്നത് ഭക്തന് മോക്ഷം ലഭിക്കുന്നതിനും വൈകുണ്ഠത്തിൽ വസിക്കുന്നതിനുള്ള അവസരമായും കരുതപ്പെടുന്നു. സഫല ഏകാദശി ഡിസംബർ ജനുവരി മാസത്തിലാണ് സഫല ഏകാദശി വരുന്നത്. ഈ ദിവസത്തിന് ഹിന്ദുക്കൾക്ക് ഒരു പവിത്രമായ അർത്ഥമുണ്ട്. ഈ ദിവസം ആത്മാർത്ഥമായി ഉപവസിക്കുന്നവർ പാപങ്ങളിൽ നിന്ന് മോചനം നേടുകയും സന്തോഷകരമായ ജീവിതത്തിന് അടിസ്ഥാനം സൃഷ്ടിക്കുകയും ചെയ്യുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. സഫല എന്നാൽ വിജയിക്കുക എന്നാണ് അർത്ഥം. അതിനാൽ ഈ ദിവസം ഉപവാസം ആചരിക്കുന്നത് അതിൻ്റെ എല്ലാ പ്രകടനങ്ങളിലും വിജയകരവും സന്തുഷ്ടവുമായ ജീവിതം നേടാൻ നിങ്ങളെ സഹായിക്കുന്നു. പൗഷ പുത്രാദ ഏകാദശി പുത്രാദ എന്നാൽ പുത്രന്മാരെ ജനിപ്പിക്കുക എന്നാണ് അർത്ഥം. ദമ്പതികൾക്ക് മഹാവിഷ്ണുവിൻ്റെ ഗുണങ്ങളുള്ള ഒരു പുത്രനെ ലഭിക്കാൻ ഈ ദിവസം ഉത്സാഹത്തോടെ ഏകാദശി വ്രതം നോമ്പ് നോക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. സതില്ല ഏകാദശി ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് സതില്ല ഏകാദശി വരുന്നത്. മഹാവിഷ്ണുവിൻ്റെ അനുയായികൾക്കിടയിൽ ഈ ദിവസം മാഘ കൃഷ്ണ ഏകാദശി അല്ലെങ്കിൽ തിൽദ ഏകാദശി എന്നും അറിയപ്പെടുന്നു. സത് എന്നാൽ 6, തില എന്നാൽ എള്ള്. അതിനാൽ ഈ ഏകാദശിയിൽ വ്രതമനുഷ്ഠിക്കുന്ന ഭക്തർ വിഷ്ണുവിന് എള്ളും വെള്ളവും പൂർവികർക്കും എള്ളും സമർപ്പിക്കണം. ജയ ഏകാദശി ജയ ഏകാദശി വ്രതം ആരംഭിക്കുന്നത് ശുക്ലപക്ഷത്തിലാണ്. നിത്യമായ ആത്മീയ ആനന്ദത്തെക്കുറിച്ച് അവബോധം നേടാൻ ജയ ഏകാദശി ഉപവാസം നിരീക്ഷകരെ സഹായിക്കുന്നു. ലൗകിക സുഖങ്ങളുടെ താൽക്കാലികത തിരിച്ചറിയാനും എല്ലാ ജീവജാലങ്ങളെയും, അതായത് സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ ഇങ്ങനെ എല്ലാവരെയും സേവിച്ചുകൊണ്ടും യഥാർത്ഥ സന്തോഷം തേടാനും ഇത് ആളുകളെ സഹായിക്കുന്നു. വിജയ ഏകാദശി വിജയ ഏകാദശി കൃഷ്ണപക്ഷത്തിലാണ് വരുന്നത്. ഫെബ്രുവരി മാർച്ച് മാസത്തിൽ മഹാവിഷ്ണുവിൻ്റെ 8ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണനെയാണ് ഈ ദിവസം ആരാധിക്കുന്നത്. ഈ ഏകാദശി ദിനത്തിലാണ് ശ്രീരാമൻ ആദ്യമായി വ്രതം അനുഷ്ഠിച്ചത് എന്ന് പറയപ്പെടുന്നു. വ്രതം വ്യക്തിയെ സത്കർമ്മങ്ങൾ ചെയ്യുവാനും മോക്ഷം നേടുവാനും സഹായിക്കുന്നു. അമലകി ഏകാദശി ഫാൽഗുന മാസത്തിൽ ശുക്ലപക്ഷത്തിലാണ് അമലകി ഏകാദശി വരുന്നത്. വിഷ്ണുവിൻ്റെ വസതിയായി കണക്കാക്കപ്പെടുന്ന അമലയെ, അതായത് നെല്ലിക്ക, ഭക്തർ ആദരിക്കുന്നു. അംല ഏകാദശിയുടെ പുണ്യദിനം ഹോളിയുടെ വർണ്ണാഭമായ ഉത്സവത്തിൻ്റെ തുടക്കവും കുറിക്കുന്നു. കാമദ ഏകാദശി ഏപ്രിൽ മാസത്തിൻ്റെ 2ാം പകുതിയിലാണ് കാമദ ഏകാദശി വരുന്നത്. കാമദ എന്നാൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും പൂർത്തീകരണം എന്നാണ് അർത്ഥമാക്കുന്നത്. ഹിന്ദുമതത്തിൻ്റെ അനുയായികൾ ഈ ദിവസം ഏറ്റവും കഠിനമായ ഭക്തിയോടെ തന്നെ ഈ വ്രതം ആചരിക്കുന്നു. പാപമോചിനി ഏകാദശി മാർച്ച് ഏപ്രിൽ മാസത്തിലാണ്, കൃഷ്ണപക്ഷത്തിലാണ് ഇത് വരുന്നത്. എല്ലാ 24 ഏകാദശികളുടെയും അവസാന ദിവസമായ ഇത് ഹോളി ഉത്സവത്തിനും ചൈത്ര നവമി അല്ലെങ്കിൽ രാമനവമിക്കും ഇടയിലായിട്ടാണ് വരുന്നത്. പാപങ്ങൾ മോചിപ്പിക്കുക എന്നാണ് പാപമോചിനി ഏകാദശിയുടെ അർത്ഥം തന്നെ. അതിനാൽ നിങ്ങളുടെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി നേടാനും ദുഷ്കർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുമുള്ള ശുഭദിനമായിട്ട് ഈ ഏകാദശി ആദരിക്കപ്പെടുന്നു. ഇങ്ങനെ 24 ഏകാദശിയാണ് ഒരു വർഷം മുഴുവൻ ഉള്ളത്. ഇത് എടുക്കുന്ന എല്ലാ ഭക്തർക്കും അവരുടെ സ്വപ്നങ്ങൾ സബലീകരിക്കുവാനുള്ള ഒരു മാർഗമായും ഈ ഏകാദശി വ്രതങ്ങളെല്ലാം തന്നെ ആദരിക്കപ്പെടുന്നു. ദുഷ്കർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും നമ്മുടെ ചുറ്റുമുള്ളവരുടെ ഉന്നമനത്തിനും നമ്മുടെ തന്നെ ഉന്നമനത്തിനും ഈ ഏകാദശി വ്രതം നടത്തുന്നതിലൂടെ നിങ്ങൾക്ക് സാധ്യമായി വരുന്നു.